വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് 24 സ്റ്റഡി അബ്രോഡ് സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ വിവിധ ജില്ലകളിലായി തുടരുകയാണ്. വിദേശ പഠനത്തിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചത്. 12,000 രൂപ ഫീസ് വരുന്ന IELTS PTE കോഴ്സുകളാണ് 24 സൗജന്യമായി നൽകുന്നത്. എറണാകുളം ജില്ലയിലെ വ്യത്യസ്ത സ്കൂളുകളിൽ 24 സ്റ്റഡി അബ്രോഡ് കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസിന് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ജോസഫ് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ A. ശങ്കരനാരായണൻ, 24 സ്റ്റഡി അബ്രോഡ് ജില്ലാ കോർഡിനേറ്റർ ബീന ജഗദീശൻ, താലൂക്ക് കോർഡിനേറ്റർ AP വിനോദ്, അധ്യാപിക ഡോക്ടർ രോഹിണി എന്നിവരും ക്ലാസിന്റെ ഭാഗമായി. ക്ലാസിൽ പങ്കെടുത്ത കുട്ടികളിൽ 38 പേർ സൗജന്യ IELTS കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടി. കോതമംഗലം പല്ലാരിമംഗലം GVHSSൽ നടന്ന ക്ലാസിന് മോട്ടിവേഷണൽ ട്രെയിനർ സുമേഷ് നേതൃത്വം നൽകി. FFC താലൂക്ക് കോർഡിനേറ്റർ ടാനിയ KK, PTA പ്രസിഡന്റ് അലി അൾട്ടിമ, അധ്യാപകരായ അനു, പ്രിയേഷ്, ശാലിനി വർമ്മ എന്നിവർ പങ്കെടുത്തു. ക്ലാസിൽ പങ്കെടുത്ത 55 വിദ്യാർത്ഥികളിൽ 41 പേർ സൗജന്യ IELTS കോഴ്സിന് തയ്യാറായി. കൊല്ലം ജില്ലയിലും കരിയർ ഗൈഡൻസ് ക്ലാസ് തുടരുകയാണ്. പുനലൂരിലെ എരൂർ UITയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രിൻസിപ്പൽ പ്രതീഷ് അധ്യക്ഷനായി. പുനലൂർ കോർഡിനേറ്റർ ശ്രീകല G ആമുഖാവതരണം നടത്തിയ പരിപാടിയുടെ ഭാഗമായി സുരേഷ് കുമാർ KB നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. തഴവ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ഖലീലുദ്ദീൻ പൂയപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനായ PS സുനിൽ ചടങ്ങിന്റെ അധ്യക്ഷനായി. രാജേന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു. സുഹൈൽ അൻസാരിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു. 2 ബാച്ചായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. 90 കുട്ടികൾ പങ്കെടുത്ത ആദ്യ ക്ലാസ്സിൽ 48 കുട്ടികൾ താൽപര്യം പ്രകടിപ്പിച്ചു. രണ്ടാമത്തെ ബാച്ചിൽ പങ്കെടുത്ത 60 കുട്ടികളിൽ 35 കുട്ടികൾ വിദേശ പഠനത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. BJSM മഠത്തിൽ സ്കൂളിൽ നടന്ന പരിപാടി ആദർശ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നാരായണൻ അയ്യർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഷീജയാണ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞത്. സുഹൈൽ അൻസാരിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു. ക്ലാസിൽ പങ്കെടുത്ത 160 കുട്ടികളിൽ 31 കുട്ടികൾ വിദേശ പഠനത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എലിസബത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വിദഗ്ധൻ നിർമ്മൽ കുമാർ കാടകത്തിന്റെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു. സ്റ്റാഫ് സെക്രട്ടറി ദീപ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ആശ, KJ തോമസ്, 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ KV സജീവ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. 24 കണക്ട് താലൂക്ക് കോർഡിനേറ്റർ TV പ്രദീപ് കുമാർ ചടങ്ങിൽ നന്ദി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസ് 24 സ്റ്റഡി അബ്രോഡ് ജില്ലാ കോർഡിനേറ്റർ ഷിജിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സൈജു മാത്യു അധ്യക്ഷയായ ചടങ്ങിൽ 24 സ്റ്റഡി അബ്രോഡ് റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് സാം P. എബ്രഹാം ക്ലാസ് നയിച്ചു. തിരുവല്ല താലൂക്ക് കോർഡിനേറ്റർ ഓമനക്കുട്ടനാണ് മുഖ്യപ്രഭാഷണം നടത്തിയത്. സ്റ്റാഫ് സെക്രട്ടറി ദീപ PG, അധ്യാപിക സന്ധ്യ H, NSS പ്രോഗ്രാം ഓഫീസർ അഫ്സൽ അഷ്റഫ് എന്നിവർ ആശംസകൾ രേഖപ്പെടുത്തി. തിരുവല്ല താലൂക്കിലെ ആദ്യ ക്ലാസ് മഞ്ഞാടി നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ക്ലാസ് 24 സ്റ്റഡി അബ്രോഡ് റിസോഴ്സ് പേഴ്സണായ ഷിജിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ മെറിൻ മാത്യു അധ്യക്ഷയായ ചടങ്ങിൽ 24 സ്റ്റഡി അബ്രോഡ് തിരുവല്ല താലൂക്ക് കോർഡിനേറ്റർ ഓമനക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ സീനിയർ അധ്യാപികമാരായ സൂസൻ വർഗീസ്, ലേഖ കുര്യാക്കോസ്, ടിനി വർഗീസ്, ധന്യ ജേക്കബ് എന്നിവർ ആശംസകൾ അറിയിച്ചു. പാലക്കാട് ആലത്തൂരിലെ MAS കോളേജിലും ആലത്തൂർ GHSSലും ക്ലാസുകൾ നടന്നു. പഠനത്തിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ വിദ്യാ സുരേന്ദ്രൻ ക്ലാസുകളെടുത്തു. MAS കോളേജ് പ്രിൻസിപ്പൽ സഫയർ, ആലത്തൂർ GGHSS പ്രിൻസിപ്പൽ പ്രമോദ് എന്നിവരും 24 കണക്ട് താലൂക്ക് കോർഡിനേറ്റർ സുനിതയും പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് 24.